സൗഹാർദ്ദപരമായൊരു ഈ ബഹുസ്വരമായ നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രീയമായ നയങ്ങൾ എങ്ങനെയായിരിക്കണം, സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ കണ്ടവർക്കെല്ലാം ഇസ്ലാമോഫോബിയ ചാപ്പ കുത്തുക. ഇപ്പോൾ KSRTC ബസ്സിൽ അവിടെ മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെ ഡ്രൈവർ ആരും ആവട്ടെ, ഡ്രൈവർ കുരിശ് ഇടരുതെന്നോ കുറി തൊടരുതെന്നോ തൊപ്പി ധരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ആ ബസ്സിൽ ഈ ദൈവങ്ങളെ ചിഹ്നങ്ങൾ വെക്കുക, അല്ലെങ്കിൽ കഅബയുടെ ചിത്രങ്ങൾ ചൂട്ടാണ് പൊതുസ്ഥാപനങ്ങളിൽ ഫ്രണ്ടിൽ പൊതുസ്ഥലം ഒരുപാട് ഭാഗത്തുള്ള കോൺവെന്റ് സ്കൂളുകളിൽ സന്മാർഗ പാഠം പോലെയുള്ള ക്രിസ്തീയ മതപാഠ പുസ്തകങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മാത്രമേ ഉച്ചക്ക് ഭക്ഷണത്തിനുള്ള വെല്ലുപോലും അടിക്കുള്ളൂ. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ബിസിനസ്സുകാരുടെ ഒക്കെ മക്കള് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടി കോൺവെന്റ് സ്കൂളുകളിൽ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ തന്നെ സാമുദായിക പാർട്ടികളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ മക്കൾ പോലും ചില കോൺവെന്റ് സ്കൂളുകളിലാണ് അവരെ മക്കളെ പഠിപ്പിക്കുക. വെൽക്കം ടു ആഷിക്കോളജി. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത് ജവാദ് മുസ്തഫയാണ്. സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടൽ നടത്തുന്ന ഒരു യൂത്ത് ഇസ്ലാമിക് സ്കോളറും കൂടെയാണ്. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് സ്കോളറും കൂടെയാണ് ഹബീബ് ഉമർ ഹഫീൽ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടെയാണ്. റീസെൻ്റ്ലി കേരളത്തിൽ നടന്ന ഒരു ഇഷ്യൂ ആണ് സെയിൻറ്റ് റിട്ട സ്കൂളിൽ ഹിജാബ് ഇഷ്യൂസ് നടന്നു. അതിൻ്റെ ആശങ്കകളും പ്രതീക്ഷകളും ഉസ്താദ് എന്ത് പറയാനുള്ളത്? ഹിജാബ് വിവാദം അവസാനിക്കുമ്പോൾ നമുക്ക് ആദ്യം അതിലെ പ്രതീക്ഷകൾ, അത് ബാക്കി വെക്കുന്ന പ്രതീക്ഷകളെ കുറിച്ച് പറയാം. ഇത്തരം ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായപ്പോൾ ഇത് കേരളത്തിലൊരു പൊതുസമൂഹം ഒരിക്കലും ഇതിനെ സമീപിച്ചത് ഒരു മുസ്ലിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന നിലക്കല്ല. വലിയൊരു ശതമാനം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാധാരണക്കാര്, എഴുത്തുകാര്, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഇങ്ങനെ സമൂഹത്തിൽ എല്ലാ തലത്തിൽ നിന്നുള്ള ആളുകളെ നോക്കുമ്പോഴും മുസ്ലിം സമുദായത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ് ഈ കുട്ടിയുടെ മൗലികാവകാശത്തിന് വേണ്ടി രംഗത്ത് വന്നതും സ്കൂളിൻ്റെ മാനേജ്മെന്റ് കാണിക്കുന്ന അന്യായങ്ങൾക്കെതിരെ, അസഹിഷ്ണുതാപരമായ പെരുമാറ്റങ്ങൾക്കെതിരെ പ്രതികരിച്ചത് എല്ലാം വലിയൊരു ശതമാനം മുസ്ലിം സമുദായത്തിൻ്റെ പുറത്തു നിന്നുള്ള ആളുകളാണ്. ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം തകർന്നു, മാനവികത തകർന്നു, മതങ്ങൾക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അതൊന്നും ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ റീലുകളിൽ കാണുന്നതല്ല ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ ഒരു മണ്ണിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അത് വളരെ ശക്തമായി ആഴത്തിൽ വേരൂന്നിയതാണ് നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പാരമ്പര്യം എന്ന് തെളിയിക്കുന്നതാണ് ശരിക്കും ഹിജാബ് വിവാദം എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ആർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? ഒരിക്കലും മുസ്ലിം സമുദായത്തിനല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ആളുകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. കോൺവെന്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളും സ്കൂളുകളും നിർവഹിച്ച ദൗത്യങ്ങൾ, അത് കേരളത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ഒരു ദൈവതുല്യമായി മലയാളികൾ കണ്ടിരുന്ന കന്യാസ്ത്രീകൾക്ക് മറ്റൊരു പൈശാചികതയുടെ മുഖമുണ്ട് എന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക്, അവരുടെ ആ നല്ലൊരു ഇമേജിന് കോട്ടം തട്ടുന്ന രൂപത്തിലാണ് സത്യത്തിൽ അവരുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അത് ക്രൈസ്തവ സഭകൾ തന്നെ മനസ്സിലാക്കി തിരുത്തേണ്ടുന്ന ഒന്നാണ്. ക്രൈസ്തവ മിഷണറിമാരുടെ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ നല്ല സൗഹാർദ്ദപൂർവ്വം തന്നെ ഇവിടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിന് അത് ആവശ്യമുണ്ട്. ബാക്കി വെക്കുന്ന ആശങ്കകൾ എന്നുള്ളത് ഒരു അധ്യാപിക പെരുമാറുന്ന രൂപം കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളോളം RSS പോലെയുള്ള സംഘടനകൾ പ്രവർത്തിച്ച് അവർക്കൊന്നും കഴിയാത്ത രൂപത്തിലുള്ള ചില മുറിവേൽപ്പിക്കലുകൾ നടത്താൻ കാസ പോലെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട, നമ്മൾ വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. RSS ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാസ സജീവമായതിനു ശേഷം ഉണ്ടായ വിഭാഗീയതകൾ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ മേഖല, സാംസ്കാരിക രംഗത്തുള്ളവർ അത്യധികം ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യം കൂടി നമ്മളിത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഇഷ്യൂവിനെ കണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി എന്താണ് പഠിക്കാനുള്ളത്? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലും ഇത്തരത്തിലുള്ള ചില വിഭാഗീയമായ ചിന്താഗതികൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ മുസ്ലിങ്ങൾ തന്നെ വേണം, ഇങ്ങനെയൊക്കെയുള്ള
ചില ഇപ്പം സ്വത്തരാഷ്ട്രീയ അമിതമായ സ്വത്തരാഷ്ട്രീയം ഉയർത്തുന്ന ചില ഗ്രൂപ്പുകൾ, ഇങ്ങനെ പലരും മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടാക്കുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദപരമായൊരു ഈ ബഹുസ്വരമായ നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രീയമായ നയങ്ങൾ എങ്ങനെയായിരിക്കണം, സമീപനങ്ങൾ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ കണ്ടവർക്കെല്ലാം ഇസ്ലാമോഫോബിയ ചാപ്പ കുത്തുക, മുസ്ലിം വിരുദ്ധരാക്കുക, ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലും അപകടകരമായ ഒരു പ്രവണത ചെറിയ രൂപത്തിലെങ്കിലും വളർന്നു വരുന്നുണ്ടായിരുന്നു. നമ്മളെ കമ്മ്യൂണിറ്റി ചിന്തിക്കാത്ത ഒരു ഏരിയ. അതെ അതെ. അപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇവിടെ മുസ്ലിങ്ങൾ വേറെ ഹിന്ദുക്കൾ വേറെ ഒന്നുമല്ല. ഈ രാജ്യത്ത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് കേരളത്തിന്റെ പൊതു സ്വഭാവം. അത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ട ശ്രമങ്ങളാണ്, നയങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് മുസ്ലിം സമുദായത്തെ കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇനി അത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും ഒരുപാട് വിപ്ലവങ്ങൾ മുസ്ലിം മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, ഇതര മുസ്ലിം സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വടക്കൻ മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങളിൽ പോലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ, ബിസിനസ്സുകാരുടെ ഒക്കെ മക്കള് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടി കോൺവെന്റ് സ്കൂളുകളിൽ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പൊ കോഴിക്കോട് നഗരത്തിലെ തന്നെ സാമുദായിക പാർട്ടികളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ മക്കൾ പോലും ചില കോൺവെന്റ് സ്കൂളുകളിലാണ് അവരെ മക്കളെ പഠിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ചില മുൻവിധികൾ. ഒന്ന്, ഇനി അതിനേക്കാൾ പ്രധാനമായിട്ട് മുസ്ലിം സ്ഥാപനങ്ങളുടെ ഗുണമേന്മകൾ. എന്തുകൊണ്ട്? അതിന്റെ ക്വാളിറ്റി, അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, മറ്റ് സൗകര്യങ്ങൾ. നമ്മൾ ഒരു ഘട്ടത്തിൽ വിപ്ലവകരമായ ചുവടുവെപ്പുകൾ വെച്ചു. പക്ഷെ അത് കാലോചിതമായ പരിഷ്കരണങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്ഡേറ്റ്സ് നടന്നില്ല. അപ്ഡേറ്റ്സ് ഇപ്പോ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കള് കുറച്ച് ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരാളെ മീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു അനുഭവം, ധാർമ്മിക അച്ചടക്കത്തിലുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ, ഞങ്ങൾ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഗ്ലോബൽ സ്കൂളായി അറിയപ്പെടുന്ന ഒരു സ്കൂളിലേക്ക് കുട്ടികളെ റെഫർ ചെയ്തു. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം വളരെ പ്രതീക്ഷയോടുകൂടി അതർ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്, ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിലുള്ള സ്കൂൾ ആഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെ ഒരു മുസ്ലിം മാനേജ്മെന്റ് ഗ്ലോബൽ സ്കൂളിലേക്ക് ഇദ്ദേഹത്തിന്റെ റെഫറൻസിൽ കുറച്ച് കുട്ടികൾ വന്നു. പക്ഷെ അതിനുശേഷം അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് തീർത്തും വ്യതിരിക്തമായിരുന്നു. ഒരു സാധാരണ സ്കൂളിൽ ഉള്ള ക്വാളിറ്റി പോലും, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇല്ല, മികച്ച ഫാക്കൽറ്റീസ് ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞ് ഈ റെഫർ ചെയ്ത ആൾക്ക് അതൊരു പ്രയാസമായി മാറിയെന്നുള്ളതാണ്. അത്രയും പ്രധാനപ്പെട്ട ചില ആളുകളെ ആയിരുന്നു അവര് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തിരുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ വരുന്ന ആളുകൾക്ക് നിരാശയാവുന്ന സാഹചര്യങ്ങൾ നിലവിൽ ചില മുസ്ലിം മാനേജ്മെന്റുകൾ സ്കൂളുകളിൽ ഉണ്ട് എന്നതൊരു വസ്തുതയുണ്ട്, നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായ പിന്നെന്താകും, പിന്നീട് നമ്മളത് പരിഷ്കരിച്ചു കഴിഞ്ഞാലും ഈ ഒരു മുൻവിധിയിലാണ് ആളുകൾ കാണുക. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് കാലത്തിനനുസരിച്ച് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ റൺ ചെയ്യേണ്ടതുണ്ട് എന്ന് മുസ്ലിം മാനേജ്മെന്റുകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്തിനാണ് അത്തരം സ്ഥാപനങ്ങൾ ആരംഭിച്ചത്? സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ നമ്മൾ വളരാൻ, എന്നാൽ അതോടൊപ്പം തന്നെ മികച്ച ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൂടി നമ്മൾ വരുമ്പോൾ ധാർമ്മിക അച്ചടക്കം മാത്രം കൊടുത്തത് കൊണ്ടായില്ല. സ്കൂളിങ്ങിന് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള സ്കൂളിംഗ് കൂടി നൽകാൻ ആ സ്ഥാപനത്തിന് സാധിക്കണം. ജനറൽ എഡ്യൂക്കേഷൻ കൂടി കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ ഒരു ബൈറ്റ്സ് ഞാൻ കണ്ട്, അത് മെൻഷൻ ചെയ്യുന്നത് സെയിന്റ് റിട്ടാസ് മാത്രമല്ല, ഇതിനപ്പുറത്ത് വേറെ സ്കൂളുകളിലും ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായും. ഇപ്പോൾ സെന്റ് റീത്താസ് സ്കൂളിൽ തന്നെ 2008 കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്കും പരാതി പോയിട്ടുണ്ട്. കുട്ടികൾ നിർബന്ധപൂർവ്വം ക്രിസ്തീയ പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്നു, കുരിശു വരപ്പിക്കുന്നു, ക്രിസ്തീയ മതപാഠ പുസ്തകങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു, നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പരാതികൾ പോയിട്ടുണ്ട് ഭരണകൂടത്തിന്. വേറെയും ഒരുപാട് സ്കൂളുകൾ, ഇപ്പം ഞാൻ ചില സ്കൂളുകളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. കേരളത്തിൽ ഒരുപാട് ഭാഗത്തുള്ള കോൺവെന്റ് സ്കൂളുകളിൽ സന്മാർഗ പാഠം പോലെയുള്ള ക്രിസ്തീയ മതപാഠ പുസ്തകങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മാത്രമേ ഉച്ചക്ക് ഭക്ഷണത്തിനുള്ള ബെല്ല് പോലും അടിക്കുള്ളൂ, മാൻഡേറ്ററി ആയിട്ട് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുന്നത്.
പരീക്ഷയ്ക്ക് മുമ്പൊക്കെ ചർച്ചിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്നത് എല്ലാ മതസ്ഥരായ കുട്ടികളെ. പിന്നെ ഹിജാബ് വിലക്കുള്ളത് ഒരുപാട് ഭാഗത്തുള്ള കോൺവെന്റ് സ്കൂളുകളിൽ ഈ സ്ഥിതിവിശേഷമുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കോൺവെന്റ് സ്കൂളുകളുണ്ട്. ഞാൻ ക്രിസ്തീയ സമൂഹത്തിന്റെ എല്ലാ സ്കൂളുകളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. ചില തീവ്ര ഗ്രൂപ്പുകളാൽ സ്വാധീനിക്കപ്പെട്ട ചില മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ, അതിൽ അൺഎയ്ഡഡ് മാത്രമല്ല കേരള ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളുകളിൽ പോലും ഈ പ്രവണതയുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. ഇനി കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ, അത് അൺഎയ്ഡഡ് സ്കൂളാവട്ടെ പ്രൈവറ്റ് സ്കൂളാവട്ടെ ഏത് രൂപത്തിലുള്ളതാവട്ടെ, ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഒരു പക്ഷേ അതിനോട് അഡീഷണലായിട്ട് മോറൽ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടാവാം. അതിൽ താല്പര്യമില്ലാത്ത നോൺ മുസ്ലിംസായ കുട്ടികളെ നിർബന്ധപൂർവം അതിൽ പങ്കെടുപ്പിക്കുകയും അത്തരം ഇസ്ലാമികമായ പാഠങ്ങളും ആചാരങ്ങളും അവരെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയും. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂളുകളിലുള്ളത് മാത്രമല്ല, ഏത് സ്കൂളുകളിലായാലും ഇതര മതസ്ഥരെ ഓരോരുത്തർക്കും അവരുടേതായ മതപരമായ ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് നടക്കാൻ, അത് ലംഘിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. മറ്റൊന്ന്, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാസ് പോലെയുള്ള തീവ്ര ഗ്രൂപ്പുകളുടെ സ്വാധീനം ഉണ്ട് എന്നുള്ളത്. ഞാനൊരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, മറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ ഒരുപാട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത്, എനിക്കറിയുന്ന എല്ലാ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളുടെ കാര്യം, പ്രൈവറ്റ് സ്കൂളുകളുടെ കാര്യം, ഇത് രണ്ടിൻ്റെയാണ് ഞാൻ പറയുന്നത്. അവിടെയുള്ള മുസ്ലിം സ്റ്റാഫുകളെക്കാൾ കൂടുതൽ ഒരു 75% അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക ഹിന്ദു ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ജീവനക്കാരാണ്. അധ്യാപകന്മാരും അധ്യാപികമാരും അല്ലാത്ത ജീവനക്കാരുമായിട്ട്. അതിൽ പലതും വളരെ ബോധപൂർവം, നമ്മളൊരു മുസ്ലിം സ്ഥാപനങ്ങൾ പൊതുവെ ഒരു നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആ വേദികളിലൊക്കെ മറ്റു മതസ്ഥരെ കൊണ്ട്, ഇപ്പൊ നമ്മളൊരു നബിദിൻ ആഘോഷിക്കുകയാണെങ്കിൽ ഒരു സൗഹാർദ്ദ സമ്മേളനം, ഒരു ഹൈന്ദവ സമുദായത്തിന്റെ പ്രതിനിധി, അമ്പലത്തുനിന്ന് ഒരു പ്രതിനിധി, ചർച്ചിനൊരു പ്രതിനിധി, ഇത്തരം വേദികൾ ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത് മുസ്ലിം സമുദായത്തിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം സൗഹാർദ്ദം എന്ന് പറയുന്നത് ഇതര മതങ്ങളുമായിട്ട് സഹിഷ്ണുതയിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മതപരമായ, ഒരു മുസ്ലിമിന്റെ മതപരമായ വാല്യൂസിൽപ്പെട്ടൊരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതര സമുദായ നേതൃത്വം കൂടി മാതൃകയാക്കണം. നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദപൂർവ്വമുള്ളൊരു ജീവിതത്തിന്, സന്തോഷകരമായ ഒരു ജീവിതത്തിന് എല്ലാവരും അത് മാതൃകയാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇപ്പോൾ സെൻറ്റ് റീത്താസ് സ്കൂളിലെ അധ്യാപകന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കൂ, അതിൽ 100% എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ 99% എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള മാത്രം ആളുകളാണ് ഫാക്കൽറ്റീസ്. അത് പല കോൺവെന്റ് സ്കൂളുകളിലും അങ്ങനെയാണ്. അതിൽ നിന്ന് മാറിയിട്ട് എല്ലാ സമുദായ സ്ഥാപനങ്ങളും, അത് മുസ്ലിങ്ങളുടേതാവട്ടെ, ക്രിസ്ത്യാനികളുടേതാവട്ടെ, ഹിന്ദുക്കളുടേതാവട്ടെ, മറ്റേതെങ്കിലും മതക്കാരോ രാഷ്ട്രീയക്കാരോ നടത്തുന്നതാവട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അത്തരം പൊതുസ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ പോലെയുള്ള, ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിങ്ങളുടെ ദർസിലോ ക്രിസ്ത്യാനികളുടെ സെമിനാരിയിലോ മറ്റൊരു മതസ്ഥന അധ്യാപകനാക്കി വെക്കാൻ പറ്റില്ല. പൊതുസ്ഥാപനങ്ങളിൽ എല്ലാ മതസ്ഥരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, നാടിന്റെ ഒരു പാരമ്പര്യം ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി സഹായിക്കും. തീർച്ചയായും ഈക്വൽ പ്രയോറിറ്റി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ കുട്ടികൾ അത് സ്കൂളിൽ നിന്ന് അതാണല്ലോ കണ്ടു പഠിക്കേണ്ടത്. ഈ ഒരു മാതൃകയും ഈ സൗഹാർദ്ദവും അത് ആരോഗ്യകരമായ ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉണ്ടാക്കും. എല്ലാവരും ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇങ്ങനെ പെരുമാറിയാൽ എന്താ സംഭവിക്കുക? മുസ്ലിം വിദ്യാർത്ഥികൾ TC വാങ്ങിപ്പോകും. അപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ ക്രിസ്ത്യാനികൾ മാത്രം പഠിക്കുക, മുസ്ലിം സ്കൂളുകളിൽ മുസ്ലിങ്ങൾ മാത്രം പഠിക്കുക. അതൊരു അനാരോഗ്യകരമായ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ പർട്ടിക്കുലർ സ്കൂൾസിൽ അവരുടേതായ ഫാക്കൽറ്റീസിനെ വെക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ നമ്മൾ സോഷ്യലി ഒരു ഇമ്പാക്റ്റാണ്. മീൻസ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിക്ക് റെസ്ട്രിക്റ്റഡ് ആവും, ഒരു റിലീജിയസ് റെസ്ട്രിക്റ്റഡ് ആവും. ഇതിനെക്കുറിച്ച് എന്ത് പറയാനുള്ളത്? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാടിൻ്റെ ഒരു പാരമ്പര്യവും നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. അതിന് ആരോഗ്യകരമായി നിലനിർത്താൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പൊതുസ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ടത്. ഇനി ഇത് മാത്രമല്ല, ഇത് സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഇതിൽ വളരെ ധീരമായ നിലപാടെടുത്തു. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ വർഗീയവാദികൾ എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്ക് മരുന്നിട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയും.
ഇനി അതേ സമയത്ത് ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളിൽ ഒരു മതത്തിന്റെയും ചിഹ്നങ്ങൾ വെക്കാൻ പാടില്ല. ഇപ്പൊ KSRTC ബസ്സിൽ അത് അവിടെ മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ ഡ്രൈവർ ആരും ആവട്ടെ, ഡ്രൈവർ കുരിശ് ഇടരുതെന്നോ കുറി തൊടരുതെന്നോ തൊപ്പി ധരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ആ ബസ്സിൽ ഈ ദൈവങ്ങളെ ചിഹ്നങ്ങൾ വെക്കുക, അല്ലെങ്കിൽ കഅബയുടെ ചിത്രങ്ങൾ ചൂട്ടുക. അങ്ങനെ പൊതുസ്ഥാപനങ്ങളിൽ ഫ്രണ്ടിൽ പൊതുസ്ഥാപനങ്ങളിൽ, അത് വില്ലേജ് ഓഫീസുകളിലാട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ റോഡ് ഉദ്ഘാടനങ്ങളിൽ പൂജ ചെയ്ത് തുടങ്ങുന്ന ആചാരങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ മറ്റ് ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് ശ്രദ്ധിച്ചിരുന്നു, കണ്ണൂർ ജില്ലയിൽ ഒരു എസ്കലേറ്റർ ഉദ്ഘാടനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MP സാന്നിധ്യത്തിൽ നടക്കുന്ന ഉദ്ഘാടനത്തിൽ വരെ അത്തരം മതപരമായ ആചാരങ്ങൾ കാണുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് അത്തരം ആചാരങ്ങൾ മാറ്റി നിർത്തണം. എന്നാൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ ഇടങ്ങളിൽ അവരുടെ ആചാരങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും പൊതു ഇടങ്ങളിൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ലംഘിക്കാതെ ഇടപെടാനും ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതു സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിന് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും വർഗീയമായ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനും മറ്റൊരു ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് കഴിയും. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യം മതേതരമായ ഒരു സ്വഭാവം നിലനിർത്തണം. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നീതിയുക്തമായ, ഇപ്പം ഞാനിത് പറയുമ്പോൾ മുസ്ലിം സ്കൂളുകളിൽ നമ്മൾ തിരിച്ചു പ്രവർത്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക, അങ്ങനെയല്ല. എല്ലാ മതസ്ഥരും അവരുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരമായ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള നയങ്ങളും നിലപാടുകളുമാണ് കൈക്കൊള്ളേണ്ടത്. ഈവൻ മുസ്ലിം സ്കൂൾസും, എല്ലാ സ്കൂൾസും. ഇപ്പോൾ നമ്മളൊരു മുസ്ലിം എന്നുള്ള നിലക്കല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് അത്തരത്തിലുള്ള പല ഇതേ സംഭവം ഒരു മുസ്ലിം സ്കൂളിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും അത്തരത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനെയും പ്രിൻസിപ്പളെയും തള്ളിപ്പറയും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വർഗീയമായ സംഭവങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് പ്രതിസ്ഥാനത്തിലെങ്കിൽ തള്ളിപ്പറയാത്തൊരു സാഹചര്യം എപ്പോഴാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ചെറിയ സംഭവങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത സംഘടന സമസ്ത കേരള ഇതിൽ രണ്ടായി പിളർന്നു. ഇത് പിളരാനുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിലുള്ള വർഗീയമായ തീവ്ര ചിന്തകൾ പുലർത്തുന്ന ആളുകളോടുള്ള സമീപനം ശക്തമായിരിക്കണം. ഒരു ടീം കുറച്ച് മയപ്പെടുത്തിയപ്പോൾ അത് അത്ര പോരാ, കൂടുതൽ ശക്തമായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരുമായിട്ട് പൂർണ്ണമായി ബന്ധവിച്ഛേദനം നടത്തി സമുദായത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാരണം പിളരാനുള്ള. അത്രമേൽ ഇത്തരം ചിന്തകളോട് ജാഗ്രത മുസ്ലിം സമുദായം കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളും അത്രയും വളരെ മതേതരമായൊരു ജീവിതം ഇവിടെ മുന്നോട്ട് കൊണ്ടുവന്നു. ഈ തീവ്ര ഗ്രൂപ്പുകൾക്കൊന്നും ഇവിടെ യാതൊരു, അത്തരം സംഘടനകൾ നിങ്ങൾ നോക്കൂ, മൈക്രോ മൈനോറിറ്റി ആയിരിക്കും അവർ. ഒരു നാട്ടിലും അവർക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കാസക്ക് 10 വർഷം കൊണ്ട്, ഇപ്പോൾ കേരളത്തിൽ NDF എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടായിരുന്നു, അവർ പിന്നീട് പോപ്പുലർ ഫ്രണ്ട്, പിന്നീട് ഇപ്പോഴും അവർക്ക് ഒരു സ്വാധീനവും കേരളത്തിലില്ല. വിരളിൽ എണ്ണാവുന്ന അംഗങ്ങളില്ലാതെ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല. അത്തരത്തിലുള്ള ഒരു എല്ലാ സംഘടനകളും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മൈക്രോ മൈനോറിറ്റിയാണ്. പക്ഷെ കാസ വന്നപ്പോൾ ഇവിടുത്തെ വലിയ സഭാ പിതാക്കന്മാർ പോലും അവരുടെ വക്താക്കളായി മാറുന്നു. അപ്പോൾ മുസ്ലിം സമുദായം ഇത്തരം ചിന്തകളെ പ്രതിരോധിച്ചതുപോലെ ക്രൈസ്തവ സമൂഹം, അതിൻ്റെ ഉത്തരവാദപ്പെട്ട സഭാ നേതൃത്വം, മത നേതൃത്വം അതിനെ പ്രതിരോധിച്ചില്ല എന്നത് സങ്കടകരമാണ്. പക്ഷെ അതേ സമയത്ത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ മാർപ്പാപ്പയെ പോലെയുള്ള ക്രൈസ്തവ സഭയുടെ ഉന്നതരായ പലരും, കേരളത്തിലെ തന്നെ പിന്നെ മലങ്കര സുറിയാനി ഓർത്തഡോക്സ് ബിഷപ്പിനെ പോലെയുള്ള പലരും വളരെ ശക്തമായ സ്റ്റാൻഡ് അത്തരം തീവ്ര ചിന്തകൾക്കെതിരെ എടുത്തിട്ടുണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. അത് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ പലപ്പോഴും കേരളത്തിലെ വലിയൊരു ശതമാനം സഭാപിതാക്കന്മാർ ആ വിഷയത്തിൽ ജാഗ്രത കുറവ് കാണിച്ചിട്ടുണ്ട്. അത് തിരുത്തേണ്ടതുണ്ട് എന്നുകൂടി വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇത് റീസെൻ്റ്ലി നടന്ന കേരള ഇഷ്യൂസിന് റിലേറ്റഡ് ആണ്. ഇനി ഹൗ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം.